നമ്മൾ പോയിൻ്റ് പ്രോസസ്സിംഗ് കൺസെപ്റ്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് പ്രോസസ്സിംഗ് തന്നെയാണ് കൺസെപ്റ്റ് തന്നെയാണ് ബേസിക് ഗ്രേ ലെവലും ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷനും പിന്നെ ഇമേജ് നെഗറ്റീവിന് ഉപയോഗിക്കുന്നത്. ഈ പിൻ പോയിൻ്റ് പ്രോസസ്സിംഗ് ഇങ്ങനെയൊന്നും നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അതായത് ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് സിംഗിൾ പിക്സലായിരിക്കും. നമ്മളെ ഗ്രാഫ് കണ്ടില്ലേ, FXY അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് GXY ആയി. അപ്പോൾ ഇത് പിക്സൽ ടു പിക്സലാണ് നമുക്ക് മനസ്സിലാവും. നെയ്ബർഹുഡ് 1:1 ആണ്. അപ്പോൾ ഇതിൽ S = T ബ്രാക്കറ്റിൽ R എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അത് ഇൻറ്റൻസിറ്റി ലൊക്കേഷൻ എന്ന് പറയും, ലൊക്കേഷൻ ഓഫ് XY. അതേപോലെ S എന്താണ്, ട്രാൻസ്ഫോംഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലൊക്കേഷൻ XY. ഈ S R മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ആ ഒരു എക്സാമ്പിളിൽ ഇൻപുട്ട് ഇമേജും ഔട്ട്പുട്ട് ഇമേജും ട്രാൻസ്ഫോം ട്രഷർ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റത്തെ ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ ട്രാൻസ്ഫോഴ്സ് എങ്ങനെയാണ്, അത് കർവ്ഡാണ്, കർവ് ഷേപ്പിലാണ് ട്രാൻസ്ഫോഴ്സ് വന്നിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഈ ട്രഷർ ഹോൾഡോ അത് ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ലൈനിലാണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ ഫസ്റ്റത്തെ ഗ്രാഫിൽ കർവ്ഡ് ആകുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പോകുന്നത് ആ വേരിയേഷൻ നോക്കുക. സ്ലൈറ്റായിട്ടാണ് അത് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഡിഫറൻസ് കണ്ടില്ലേ, സ്ലൈറ്റായിട്ട് കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് രണ്ടാമത്തെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പോകുമ്പോൾ അതിങ്ങനെ കട്ടായിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഉള്ള എല്ലാതും വൈറ്റും ആ പെർട്ടിക്കുലർ പോയിന്റിന് മുന്നേ ഉള്ളത് ഡാർക്കുമായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോൾഡിങ് ഉദാഹരണം നമുക്ക് അവിടെ റൈറ്റ് സൈഡിൽ കാണാം. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിൻ്റെ ഉദാഹരണം ലെഫ്റ്റ് സൈഡിലും കാണാം. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിലും ട്രഷർ ഹോൾഡിലും. ഈ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഇൻറ്റൻസിറ്റി ലെവൽ നമുക്ക് ഔട്ട്പുട്ട് ഇൻറ്റൻസിറ്റി ലെവലിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ലീനിയർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ലോഗറിതമിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, പവർ ഓഫ് ലോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ സെക്ഷനിൽ ഇമേജ് നെഗറ്റീവും കൂടി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമേജ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിനെ നെഗറ്റീവ് ഗ്രേ ലെവലിലോട്ട് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ നെഗറ്റീവ് ഗ്രേ ലെവലിലോട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പോൾ കൺവേർട്ട് ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ S എന്ന് പറയുന്നു. പിന്നെ ഒറിജിനൽ ഇമേജ് R ആണ്. അപ്പോൾ S = L-1 - R ആണ്. L-1 എന്ന് പറയുമ്പോൾ 255 വരും. അപ്പോൾ S = 255 - R. അതായിരിക്കും ഈക്വലൻ്റ് ആയിരിക്കും. അത് ഫോട്ടോഗ്രാഫിക് നെഗറ്റീവിന് അത് ഈക്വലൻ്റ് ആയിരിക്കും. ഇത് സാധാരണയായിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളർ വളരെ ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന പിക്ചറുകളിൽ നമുക്ക് ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യാനും ഒബ്സർവേഷനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡാർക്ക് കളർ കണ്ടമാനുള്ള ഒരു പിക്ചറിനെ നമുക്ക് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അനാലിസിസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമ്മൾ മാമോഗ്രാം ചെയ്യുമ്പോൾ ആ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഇൻപുട്ടായിരിക്കും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ, ആ ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കറുത്ത ഇമേജ്. അതിൻ്റെ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഡോക്ടേഴ്സിനായാലും ശരി അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കും വളരെ ഈസി ആയിട്ട് അതിൻ്റെ പാറ്റേണുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ് നെഗറ്റീവൊക്കെ നമ്മൾ പോയിൻ്റ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്.